ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 5 ഏക്കർ ഒറ്റ പ്ലോട്ട് എടുക്കാൻ നോക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥല പ്രോപ്പർട്ടിയൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്ത് കണ്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാൻ ഈ കാണുന്ന വീട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളതാണ് കേട്ടോ. ഏത് വാഹനങ്ങൾ വേണേലും വീടിൻ്റെ മുറ്റം വരെ വരാനുള്ള വഴി സൗകര്യമെല്ലാം ഉണ്ട്. നേരെ വണ്ടികളൊക്കെ 2-3 വണ്ടിയിൽ നമുക്ക് വീടിൻ്റെ മുറ്റം തന്നെ ഇവിടെ തന്നെ കൊണ്ടുപോയി നിർത്താനുള്ള അത്രയും സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ വീടുണ്ട് കാണിച്ചു കൊടുക്കാം. ആദ്യം ഇങ്ങോട്ട് വരി. ഏകദേശം 4 ബെഡ്റൂമൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള നല്ലൊരു സൂപ്പർ വീടാണ് കേട്ടോ. ഇങ്ങോട്ട് വരി. വീടിൻ്റെ ഫ്രണ്ട് ആദ്യം നമുക്ക് വീടിൻ്റെ കാണിച്ചു കൊടുക്കാം അല്ലേ. ഫുള്ള് നിലമൊക്കെ ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇങ്ങോട്ട് വരി. അകത്തിങ്ങോട്ട് വരുമ്പോൾ നല്ല സൗകര്യമുള്ള ഹാളും കാര്യങ്ങളൊക്കെ നല്ല പാകത്തെ ഒതുങ്ങിയ പാകത്തെ ഒരു വീടാണ് കേട്ടോ. നിലമൊക്കെ ഫുള്ള് വൈറ്റ് കളറുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യം കേട്ടോ. ഇനി വരെ നമുക്ക് റൂമുകളും മൊത്തത്തിൽ ഹാളും നല്ല നീറ്റായിട്ടുള്ള വീടാണ്. ഇതാണ് ആദ്യത്തെ റൂം കേട്ടോ. നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് വരുമ്പോൾ അവിടെയാണ് ആദ്യത്തെ റൂമുള്ളത്. ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എവിടെയും ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷെൽഫ് ഉണ്ട്, അതുപോലെ റാക്ക് ഉണ്ട്. നിലമൊക്കെ ഫുള്ള് എല്ലായിടത്തും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ റൂമിനെല്ലാം. പിന്നെ 2 ഭാഗത്തേക്ക് 3 കള്ളി ജനലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരും നമുക്ക് ഹാളിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഹാള് നല്ല സൗകര്യമുള്ള വലിയ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഹാളിനൊക്കെ ഇവിടെ വലിയൊരു ഡൈനിങ് ഏരിയ ആയിട്ട് ഇപ്പോൾ നിലവിൽ അങ്ങനെ സെറ്റാക്കി വയ്ക്കുകയാണ്. ഒരു 6 ആൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അത്രയും വലിയ മേശ ഇടാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഹാളിന്. പിന്നെ മേലെ ഫുള്ള് സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ടൈല് കണ്ടില്ലേ, നേരത്തെ കണ്ട അതേ കളറുള്ള വൈറ്റ് കളറുള്ള ടൈലാണ്. ഇനി നമുക്ക് ബാക്കി 3 റൂമുകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. വാ, ഇതാണ് നമ്മളെ അടുത്ത 2ാമത്തെ റൂം എന്ന് പറയുന്നത്. ഈ റൂം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. മേലെ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. നിലമൊക്കെ ഫുള്ള് ടൈലിട്ടേക്കുന്നതാണ്. ഫുള്ള് നീറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ്. വേറെ കളർ ടൈലാണ് ബാത്റൂമിൻ്റെ ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഹാളിൽ തന്നെ. അടുത്ത 3ാമത്തെ റൂം ഇതാണ് 3ാമത്തെ റൂം. ഇതും വലിയ റൂം തന്നെ നല്ല സൗകര്യമുള്ള റൂമാട്ടോ. ഫുള്ള് സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നിലമൊക്കെ എല്ലായിടത്തും ഒരേ കളർ ടൈലും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അടുത്ത് നമുക്ക് 4ാമത്തെ റൂം ഇതാക്കണം ഈ ഭാഗത്താണുള്ളത്. ഇതാ ഇതും വലിയ റൂം തന്നെ. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഷെൽഫ് ഉണ്ട്, റാക്ക് ഉണ്ട്, 2 ഭാഗത്തേക്കും 3 കള്ളി ജനലുണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. ഇനി വരി. ഇനി അടുത്ത് നമുക്ക് കാണേണ്ട അടുക്കളയാണ് കേട്ടോ. ഇങ്ങോട്ട് വാ. ഇതാണ് നമ്മളെ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ സൗകര്യമുള്ള നിന്നിരിയാനൊക്കെ സ്ഥലമുള്ള സൗകര്യമുള്ള അടുക്കളയാണ്. പിന്നെ ഇതാ ഗ്യാസ് സ്റ്റോവെല്ലാം വെക്കാനുള്ള പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്രമെല്ലാം കഴുകാനുള്ള സൗകര്യമുണ്ട്. സിങ്കെല്ലാം വെച്ചിട്ടുണ്ട്. അകത്ത് തന്നെ വിറകടുപ്പെല്ലാം ഉണ്ട് കേട്ടോ. അതവിടെ വിറകടുപ്പെല്ലാം ഉണ്ട്. വിറകെല്ലാം എടുത്ത് വയ്ക്കാനുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ റാക്കെല്ലാം ആക്കിയിട്ടുണ്ട്. ഈ സൈഡിലും റാക്കുണ്ട്. പൊടികളെല്ലാം എടുത്ത് വയ്ക്കാനുള്ള ഷെൽഫെല്ലാം ഉണ്ട്. ഇനി നമ്മൾ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് കേട്ടോ. വർക്ക് ഏരിയ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട്. വർക്ക് ഏരിയയും അടുക്കളയിലും പിന്നെ നമുക്ക് മേലെ ഓടാണ് ഈ ഒരു ഭാഗത്തുള്ളത് അല്ലേ. അതെ, അടുക്കളയിലും വർക്ക് ഏരിയയിലും ഒരേ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നുള്ള സൗകര്യങ്ങൾ കേട്ടോ. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് പുറത്തു നിന്നുള്ള മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ഒന്ന് പോയിട്ട് കാണാം. വന്ന് കണ്ട് എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെടും. ഇനി നമ്മളെ ഒരു പ്ലോട്ടിനകത്ത് ആദായത്തിനായിട്ട് നമുക്ക് ഏകദേശം എന്താക്കണം അവിടെ നോക്കുകയാണെങ്കിൽ കവുങ്ങാണ് കാണുന്നത് കേട്ടോ. ഏകദേശം ഒരു 10-350ഓളം കവുങ്ങുകളുണ്ട് നമുക്ക് ഇതുപോലെ ആദായത്തിനായിട്ട്. പിന്നെ ഇവിടെ മുറ്റത്ത് അടക്കെല്ലാം ഉണങ്ങാൻ ഇട്ട കണ്ടില്ലേ. ഇതിപ്പോൾ ചോട്ടി ചാർന്നത് കുറേശ്ശെ കൊണ്ടുവന്ന് ഉണങ്ങാനെല്ലാം ഇടുന്നതാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് വരെ. നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പറഞ്ഞാൽ നമ്മളെ പ്ലോട്ടിനകത്ത് 2 കുളമുണ്ട്, ഒരു കിണറും ഉണ്ട് കേട്ടോ. ഇനി അത് ഓരോന്നായിട്ട് കാണിച്ചു തരാമോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാക്കണം. നമ്മളെ സ്ഥലം അങ്ങോട്ട് മേലേക്കാണ് കിടക്കണം കേട്ടോ. മൊത്തം 5 ഏക്കർ സ്ഥലവും ഇങ്ങനെ കിടക്കുകയാണ് അങ്ങോട്ട്. പിന്നെ റബ്ബറുണ്ട്. അതെല്ലാം നമുക്ക് അങ്ങോട്ടുള്ള. ഇങ്ങോട്ട് വരും. വെള്ളത്തിനുള്ളത് കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു സ്ഥലം എടുക്കുമ്പോൾ നമുക്ക് ആദ്യം മെയിനായിട്ട് വേണ്ടിയ വെള്ളമല്ലേ. അവിടെ നോക്കിയാണെങ്കിൽ വെള്ളം ഇതിപ്പോൾ ചെറിയ കിണറാണെങ്കിൽ ഒന്ന് വട്ടം കൂട്ടാൻ റിങ്ങെല്ലാം ഇറക്കണമെങ്കിൽ റിങ്ങെല്ലാം ഇറക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കാം. വെള്ളമൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. പിന്നെ നോക്കിയാണ് തെങ്ങുകൾ ഏകദേശം ഒരു കായ്ക്കണ തെങ്ങുകൾ ഏകദേശം ഒരു 10-65ഓളം തെങ്ങുകളെല്ലാം ഉണ്ട്. തെങ്ങുണ്ട്, അതുപോലെ തന്നെ കവുങ്ങുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആദായത്തിനായിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനി ഇങ്ങോട്ട് വരി. പിന്നെ ആക്കണേ നമുക്ക് ഇനിയിപ്പോൾ വീട്ടിൽ പണിക്കാരൊക്കെ നമുക്ക് പറമ്പിലൊക്കെ നിർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിർത്താനുള്ള ചെറിയൊരു വീടും കൂടി ഉണ്ട് കേട്ടോ. അതവിടെ ഒരു അത്യാവശ്യം റൂമും സൗകര്യങ്ങളൊക്കെ ഉള്ള മേലെ ഫുള്ള് ഷീറ്റാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ പണിക്കാരൊക്കെ നിർത്താൻ സൗകര്യത്തിനുള്ള ഒരു ചെറിയൊരു വീട് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമുക്ക് അടുത്തത് ഇതാക്കണേ ഈ റോഡ് വരെ നമുക്ക് നമ്മളെ
മെയിൻ റോട്ടിൽ നിന്ന് വരുന്നതാണ്. നമ്മളെ ടാറിങ് റോട്ടിൽ നിന്ന് വരുന്ന റോഡാണ്. നമുക്ക് 2 വഴിയുണ്ട് നമ്മളെ പ്ലോട്ടിലോട്ട് വരാം. ഒന്ന് ഈ റോഡും പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നേരത്തെ കണ്ട ആ റോഡ് കിട്ടും. ആ റോഡ് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതാക്കണേ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. മാവൊക്കെ കുറേ ഉണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ അയൽവാസികളായിട്ടുള്ള വീടുകളാണ് ആ കാണുന്നത് കേട്ടോ. അവിടെ വീടുണ്ട്, പിന്നെ അങ്ങോട്ടും മുകളിലോട്ടൊക്കെ വീടുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ സ്ഥലങ്ങളാണ്. ഇപ്പം നമ്മൾ കിണർ കണ്ടില്ലേ, ഇനി നമുക്ക് അടുത്തത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വലിയൊരു കുളമുണ്ട്. ഇങ്ങോട്ട് വരി, ഞാൻ കുളം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വലിയ കുളമാണ്, ചുറ്റുഭാഗം കെട്ടിയിട്ടല്ലേ. വെള്ളത്തിനൊരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു കുളം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവും കേട്ടോ. ഇതിപ്പോ രണ്ടാമത്തെ വെള്ളത്തിന്റെ സോഴ്സ്. ഇനി ഒരു കുളം കൂടി നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് അല്ലേ. അത് നമ്മൾ ഫസ്റ്റ് കണ്ട വീടിന്റെ അടുത്തുള്ള കുറച്ച് എന്ത് കൃഷി ചെയ്യാനാണെന്നുണ്ടെങ്കിലും വെള്ളത്തിന് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഹോം സ്റ്റേ, റിസോർട്ട് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ സ്ഥലം എടുക്കണം, നിങ്ങളൊരു കൃഷിക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറമ്പിൽ നനയ്ക്കാനാണെങ്കിലൊക്കെ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ നമുക്ക് പൂടങ്കലിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ട് കുർമാണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത്. അപ്പോൾ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് പഞ്ചായത്തും വില്ലേജും കള്ളാറാണ്. അതുപോലെ തന്നെ താലൂക്ക് വരുന്നത് വെള്ളരിക്കുണ്ടാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം, റോഡ് സൗകര്യം കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. സ്ഥലത്തിന്റെ അതിരിതാക്കണം ഇവിടുന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത്. പിന്നെ നമുക്ക് ഈ റോഡ് വരുന്നത് പൂടങ്കലിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ. പൂടങ്കലിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് ഇങ്ങോട്ട് വരുന്നത്. സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ടൗണിൽ നിന്നൊക്കെ വരാണ്ടെങ്കിൽ ഏകദേശം 47 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് വരാം. അവിടുന്ന് ഏകദേശം 25 കിലോമീറ്റർ ദൂരമുള്ള. ഇനി നമ്മൾ പറമ്പിലോട്ട് പോകാൻ നമുക്ക് 2 വഴിയുണ്ട് കേട്ടോ. ഒന്ന് ഇതാക്കണേ, ഈ കാണുന്ന വഴിക്ക് നമ്മൾ പ്ലോട്ടിനകത്തോട്ട് പോയി. ഇത് നമ്മൾ നേരത്തെ കണ്ട കുളം ഉണ്ടല്ലോ, ആ കുളത്തിൻ്റെ അങ്ങോട്ടാണ് ഈ റോഡ് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് മുറ്റത്തോട്ട് വണ്ടി കൊണ്ട് ചെല്ലാനുള്ള സൗകര്യത്തിനുള്ള വഴിയാണിത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റോഡ് വീട്. പിന്നെ ഇങ്ങോട്ട് വരും, നമുക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ ഫുള്ള് കവുങ്ങുകളാണ് കേട്ടോ. മൊത്തത്തിൽ കവുങ്ങുകളാണല്ലോ. അപ്പോൾ നേരത്തെ നമ്മളൊരു വെള്ളത്തിൻ്റെ സൗകര്യത്തിന് ഒരു കുളവും കണ്ടു, ഒരു കിണറും കണ്ടു. ഇനി അടുത്ത് നമുക്ക് വേറെ ഒന്നും കൂടി ഉണ്ട്, ഒരു കുളവും കൂടി ഉണ്ട് കേട്ടോ. 2 കുളവും 1 കിണറുമാണല്ലോ നമ്മളെ പ്ലോട്ടിനകത്ത്. ഇങ്ങോട്ട് വരി, വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല കേട്ടോ. അവിടെ ഒന്ന് വന്ന് നോക്കിയാണ് നിങ്ങൾ. നല്ല കണ്ണാടിച്ചില്ലുമാരുടെ ഇഷ്ടംമാർക്ക് വെള്ളമാണ്. അങ്ങോട്ട് നോക്കി, നല്ല തെളിഞ്ഞ് കിടക്കണ വെള്ളം ഇഷ്ടം പോലെ. പറമ്പ് നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒരുപാട് വെള്ളമൊക്കെ കിട്ടുന്നത് തന്നെയാണ്. ഇനി നമ്മളെ പറമ്പിൻ്റെ മേലെ ഭാഗത്തേക്ക് നമുക്ക് ബാക്കി ഏകദേശം ഒരു 100-300ഓളം റബ്ബറെല്ലാം വരുന്നുണ്ട്. അതൊക്കെ പോയിട്ട് കാണിച്ചു കൊടുക്കാം. അതിന് മുന്നേ ഇനിയിപ്പോൾ നമ്മളൊരു പ്ലോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ രാജപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ അടുത്ത് ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് ക്രിസ്ത്യൻ പള്ളിയിലോട്ടൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചുള്ളിക്കര എത്തിക്കഴിഞ്ഞാൽ അവിടെയും ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതുപോലെ രാജപുരത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയും ക്രിസ്ത്യൻ പള്ളിയിലുണ്ട് കേട്ടോ. പിന്നെ അയ്യങ്കാവിലുണ്ട്. പിന്നെ മുസ്ലിം പള്ളി നമുക്ക് വരുന്നത് നമുക്ക് ചുള്ളിക്കര എത്തിക്കഴിഞ്ഞാൽ ചുള്ളിക്കരയിലോട്ട് വിടുന്ന ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതാക്കണേ കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റിൽ നമ്മളെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇനി നമ്മളെ ഈ പ്ലോട്ടിൻ്റെ കുറച്ച് ബാലൻസ് ഭാഗം ഏകദേശം ഒരു 7 സെൻറ്റോളം നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ടൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കൃഷി ചെയ്യാനോ അതുപോലെ തന്നെ എന്തെങ്കിലും ഫാമുകളൊക്കെ തുടങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ബെസ്റ്റ് സ്ഥലം തന്നെയാണ് അല്ലേ. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വരാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൂടങ്കല്ലിൽ എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ. പൂടങ്കല്ലിലോട്ട് നമുക്ക് വെറും 2 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ. വണ്ടികളൊക്കെ ഓട്ടോയൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. പിന്നെ നമുക്കൊരു വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോയി വരാനൊക്കെ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഒരു ഓട്ടോയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ തന്നെ നമ്മളെ വീടിൻ്റെ മുറ്റത്തെത്തും വണ്ടി. അപ്പോൾ നമ്മളെ പ്ലോട്ടിലോട്ട് ഇതാണ് നമ്മളെ പറമ്പിൻ്റെ സൈഡിൽ കൂടി, ഈ ഒരു സൈഡിൽ കൂടി റോഡുണ്ട്. നമുക്ക് 3 സൈഡിൽ കൂടി ഏകദേശം റോഡ് തന്നെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്ഥലത്തിൻ്റെ അതിര് എൻഡ് ഇവിടം വരെയാണ് വരുന്നത്. ഫ്രണ്ടേജ് അതിര് എൻഡ് ഇവിടം വരെയാണ് വരുന്നത്. ഈ അതിര് വഴി നമുക്ക് മുകളിലോട്ട് റോഡുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി റബ്ബർ മേലാണുള്ളത്. ഇനി അത് പോയിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. ബാ, റബ്ബർ കാണാൻ പോകാം. അതിന് മുന്നേ ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് വന്ന് നോക്കിയാണ് നിങ്ങൾ വേറെ സംഭവം കാണിച്ചു തരാം. അവിടെ നോക്കി, മാങ്ങയാണ് ഈ കാണുന്നത്. ഒക്കെ നോക്കി, എത്രങ്ങാനും നോക്ക്, നല്ല സൂപ്പർ മാങ്ങ കേട്ടോ. അതാ കോമ്പലായി കിടക്കുന്നുണ്ട്. നിലത്തുനിന്ന് തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നടന്ന് വന്നിട്ട് തന്നെ പറിക്കാം. മോനെ അല്ലേ മോളെ ഒരു ചമ്മന്തി അരയ്ക്കാൻ ഒരു മാങ്ങ പറിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ പോലും ഓടി ഒന്ന് പറിച്ച് കൊണ്ടുതരും കേട്ടോ. അതേപോലെ മാവൊക്കെ ഇഷ്ടം പോലെ, ഇതൊക്കെ ബഡ് തൈയാണ്, പെട്ടെന്ന് കായ്ക്കുന്നതിനാണ്. അപ്പോൾ ഇനി വരെ നമുക്ക് മേലേക്ക് പോകട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ ഒരു വീടൊക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മളൊരു വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഈ സൈഡിലും വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിലൊരു ഫാമൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും കണക്ഷൻ ഈ ഒരു സൈഡിലോട്ടൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് ഇതാക്കുന്നത് ഈ ഭാഗത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ പ്ലോട്ടിനകത്തുള്ള റബ്ബർ മരങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കാണാൻ പോകണം കേട്ടോ. ആ കാണാനാണ് നമ്മളെ റബ്ബറുകൾ. നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി.
ഇവിടെയൊക്കെ വീട് വെക്കാനുള്ള നീക്കൊക്കെ വലിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെയൊക്കെ ഒരുവിധം ലെവലാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് വീട് വെക്കണമെങ്കിൽ വീട് വെക്കാം. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ, നല്ലൊരു ഏരിയ ആണ്. അത്യാവശ്യം റോഡ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അല്ലേ? ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗമാണെങ്കിൽ പ്ലോട്ടുകളാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ റബ്ബറിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് മൊത്തം 300ഓളം റബ്ബറുകളാണ് ഉള്ളത്. ഇതാണ് ഇതിനകത്ത് 414 105 ഇനത്തിൽ പെട്ടിട്ടുള്ള മരങ്ങളാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഏകദേശം 414 ഇനത്തിൽ പെട്ടിട്ടുള്ളതാണ്. 200ഓളം റബ്ബറുകളാണ് ഇതുള്ളത് കേട്ടോ. 414 ഇനത്തിലുള്ള ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഫുള്ള് ഫിനിഷിങ്. നല്ല ടാപ്പിംഗ് തന്നെയാണ് അല്ലേ? ഈ ഒരു ഭാഗം മാത്രമേ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള മരങ്ങളൊക്കെ. പിന്നെ പറയാൻ മറന്നത് വെച്ചാൽ നമ്മളെ പ്ലോട്ടിന്റെ അതിര് ഫുള്ള് ഇതാണ്. ഇതേപോലെ കയ്യാല തിരിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം നമ്മൾ ഈ ഒരു പറമ്പിന്റെ അതിര് 4 ഭാഗം അതിര് കയ്യാല കെട്ടിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ടിന്റെ താഴെ ഭാഗത്തു നിന്നുള്ള മുകളിലോട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മാവുണ്ട്, പിന്നെ അതേപോലത്തെ തേക്കുണ്ട്. തേക്കുകൾ ഏകദേശം 6ഓളം തേക്കുകളുണ്ട് കേട്ടോ, വലുതും ചെറുതുകളൊക്കെ ആയിട്ട്. പിന്നെ തെങ്ങുണ്ടല്ലോ ഞങ്ങൾ, തെങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകളാണ്. അത്യാവശ്യം ഒരു വീട്ടിലോട്ട് നല്ല രീതിക്ക് വരുമാനം കിട്ടുന്ന നല്ലൊരു സ്ഥലം തന്നെയാട്ടോ. റബ്ബറുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, എല്ലാം ഉണ്ട്. ഇനി വേണമെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷികൾ, ചെറിയ വക കൃഷികളൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും കേട്ടോ. ഏകദേശം ഒരു അല്ലേ, മൊത്തത്തിൽ നമ്മളിങ്ങനെ നടന്ന് ഫുള്ളൊരു ഏകദേശം ഒരു പിക്ചർ ഇങ്ങൊക്കെ കാണിച്ചു തരികയാണ്. ഇപ്പം നമ്മൾ ഏകദേശം 3/4 ഭാഗം എത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ റബ്ബറിൻ്റെ വണ്ണം നോക്കിയാൽ നല്ല വണ്ണമുള്ള മരാട്ടോ. പിന്നെ നമുക്ക് കുറച്ച് 105 ഇനത്തിൽപ്പെട്ട മരങ്ങളും കൂടി ഉണ്ട് കേട്ടോ. പ്ലാറ്റോറൊക്കെ ആണെന്നുണ്ടെങ്കിലും ഫുള്ള് ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ്. നമുക്ക് നടക്കാനാണെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഫുള്ള് നല്ല സ്ഥലമാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിരും മൊത്തം ആ മേലെ ഭാഗവും ഫുള്ള് അതിര് കയ്യാലെല്ലാം കെട്ടി തിരിച്ചിട്ടേക്കുന്നതാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്ലോട്ട് താഴോട്ട് ഉള്ള കാഴ്ച കേട്ടോ. അങ്ങോട്ട് പോകണം നമുക്ക്. ഇല്ല, അതിര് ഇതല്ലേ, ഈ കാണുന്നതാണ് അതിര്. കാണുന്നതാണ് അതിര്. കയ്യാല ഫുള്ള് കെട്ടിയിട്ടുണ്ട്, അങ്ങനെ തല വരെ കെട്ടിയിട്ടുണ്ട്. അതിലൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനൊന്നും ഇല്ല കേട്ടോ, ഫുള്ള് ക്ലിയർ ആക്കിയിട്ടേക്കാണ്. അപ്പുറത്തെ സൈഡിലും കയ്യാല കെട്ടി തിരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് 100ഓളം മരങ്ങൾ, 105 ഇനത്തിൽ പെട്ടിട്ടുള്ള 100ഓളം മരങ്ങളുണ്ട് കേട്ടോ. പിന്നെ ചക്ക, മാങ്ങ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടല്ലേ. പ്ലാവുണ്ട്, മാവുണ്ട്, വെള്ളത്തിൻ്റെ സൗകര്യത്തിന് വറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട്, കുളം. താമസ സൗകര്യത്തിന് 2 വീടുണ്ട്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ നിൽക്കാൻ, ഇപ്പോൾ മറ്റേല് വേണമെങ്കിൽ പണിക്കാർക്ക് നിൽക്കാം. ടൗണിലൊക്കെ താമസിച്ച് മടുത്ത ആൾക്കാരുണ്ടാവും. ഇവിടേക്ക് ചക്കയെല്ലാം ഉണ്ടായത്. ടൗണിലൊക്കെ താമസിച്ച് മടുത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഉള്ളൊരു പ്ലോട്ടാണ്. പിന്നെ തേക്ക് കണ്ടില്ല ഞങ്ങൾ, ഇതേപോലത്തെ ചെറുതും വലുതുമായുള്ള 6ഓളം തേക്കുകളുണ്ട് കേട്ടോ. ഇതേപോലെ ഇതൊക്കെ അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. നോക്കി, അത്യാവശ്യം വലിയ മരമാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ആ ഒരു സൈഡും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? ആ ഒരു സൈഡും കൂടി കാണിച്ചു കൊടുക്കാം. താഴെ നമ്മൾ കണ്ട വീടാണ് ഇപ്പോൾ കാണുന്നത്, അപ്പുറത്തെ വീടത്. പിന്നെ കുറച്ച് മരങ്ങൾ 105 ഇനത്തിൽപ്പെട്ട മരങ്ങളുണ്ട് കേട്ടോ. അതാ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് 105 ഇനത്തിൽപ്പെട്ട മരങ്ങളുള്ളത്. ഇതാണ് ഇതേപോലത്തെ മരങ്ങൾ ഏകദേശം ഒരു 100ഓളം, 100 പറഞ്ഞേ, 100ഓളം മരങ്ങൾ നമുക്ക് 105 ഇനത്തിൽപ്പെട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം നല്ല വണ്ണമുള്ള മരങ്ങൾ തന്നെയാണ് അല്ലേ? അതെ. പിന്നെ ഇതാക്കണേ, നോക്കി, പ്ലാവ് ഉണ്ട്, നിറച്ചും ചക്ക ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 8ഓളം പ്ലാവ് ഉണ്ട് ഇതേപോലെ വലിയത് കേട്ടോ. ചെറിയൊരു ചെരുവുള്ളൂ അല്ലേ? ചെറിയ രീതിയിലുള്ള അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലായിടത്തേക്കും ഓടിച്ചാടി എത്താനുള്ള അത്രയും ഇതുള്ളൂ. വലിയ കുന്നോ മലയോ ഒന്നും അല്ല. ഏത് പ്രായക്കാർക്കും നടന്നെത്താൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കിടിലൻ പ്ലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ മാത്രം അകലത്തിൽ പൂടങ്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 5 ഏക്കർ സ്ഥലമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ
35 ലക്ഷം രൂപയാണ് ഏക്കറിന് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെല്ലാം വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു ഏരിയയിലൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വാട്സപ്പിലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് വളരെ ഉപകാരമാവും. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് വെച്ചാൽ നമ്മളെ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ബൈ.